നമസ്കാരം. ഈ ബിസിനസ്സുകാർ ഒരുപാട് പേര് വരും. ബിസിനസ്സിൻ്റെ നല്ല സമ്പന്നമായി നിൽക്കുന്ന സമയത്ത് വേണ്ടല്ലോ, ആരുടെ ആവശ്യമില്ല. ഈ സമ്പന്നത താഴുന്ന ഒരു ഘട്ടമുണ്ട്. ഈ അടുത്ത കാലത്ത് ഇരുമ്പ് വ്യവസായം ചെയ്യുന്ന ഒരാൾ വന്നു. അദ്ദേഹം നല്ല കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്തതാണ്. നല്ല നല്ല ഒരു ഭാര്യയും ഭർത്താവുമാണ്. കാരണം ഉത്തമത്തിൽ ജീവിക്കുന്ന 2 പേരാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കടയുടെ സ്ഥിതിയൊക്കെ അന്വേഷിച്ചു. കട എങ്ങനെയാണ് ഇരിക്കുന്നത്, ഏത് പൊസിഷനിലാണൊക്കെ. അപ്പോൾ കടയെ സംബന്ധിച്ചുള്ള ദോഷമൊന്നും ആദ്യം കണ്ടില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി, ഇവിടെ അന്നം കൊടുക്കുന്ന സ്ഥലത്ത് ഇരുമ്പ് വെച്ചാൽ പോവില്ല. അത് അന്നം കൊടുക്കുന്ന സ്ഥലമാണ്. അതേസമയം ഇരുമ്പ് വയ്ക്കേണ്ട സ്ഥലത്ത് നമ്മൾ അന്നം കൊടുത്താലും പോകത്തില്ല. അപ്പോൾ അതിൻ്റെ നമ്മളെപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുമ്പം ഓരോ ഭൂമിക്കും പറ്റിയ വാസസ്ഥലമുണ്ട്. അതിപ്പോൾ നാഗങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീടുകൾ, ഗൃഹമാണെങ്കിൽ നാഗലക്ഷണം നോക്കി പറയും. മറ്റൊന്നും വളരെ സൂക്ഷ്മമായിട്ടൊന്ന് ചിന്തിച്ചിട്ട് ഇവിടെ എന്തിനു പറ്റിയതാണ് എന്നുള്ളതുണ്ട്. ചെറിയൊരു തട്ടുകടയായിരിക്കും, അവന് ഭയങ്കര കച്ചവടം നടക്കും. വലിയ ഹോട്ടലിടും, അവിടെ ഒന്നും നടക്കില്ല. ഇതുണ്ട്. ഈ ദേവി കടാക്ഷം എന്നൊക്കെ പറയുന്നതും ഈ ദേവിയുടെ അനുഗ്രഹം എത്ര ഭക്തിയുള്ള ആൾ തുടങ്ങിയാലും ഭൂമി ഉത്തമമല്ലെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള കച്ചവടമല്ല ഉണ്ടാക്കി. ഇപ്പോൾ അരിക്കച്ചവടം ചാലക്കമ്പോളത്ത് നോക്കിയാൽ എന്തും നടക്കും. അതിനാണ് എന്താണ് ഭഗവാന്റെ പത്മനാഭസ്വാമിയുടെ ദർശനം, മുഖം കാണുന്ന സ്ഥലത്താണ് ചാലക്കമ്പോളം. അപ്പോൾ ചാലക്കമ്പോളം തീ പിടിച്ചിട്ടുണ്ട്, നാശനഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഞാനിവിടെ എൻ്റെ മുറിപ്പാലത്തെ ക്ഷേത്രം അവിടെയാണ്, മുറിപ്പാലത്തെ മാടന്തപുര ക്ഷേത്രം. അതുകൊണ്ട് ഭഗവാന്റെ ദർശനമുള്ള സ്ഥലം, ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ എടുക്കുമ്പോഴും, ഇപ്പോൾ ഗുരുവായൂർ എന്ത് കച്ചവടം നടത്തിയാലും നടക്കും. അവിടെ നമ്മൾ ഈ മരുഭൂമിയുടെ ലക്ഷണമുണ്ട്, മരുഭൂമിയുടെ ലക്ഷണമുണ്ട്, മരുപ്പച്ചയുടെ ലക്ഷണമുണ്ട്. ഇത് ഈ ഉത്തമമായ ഭൂമിയിലുള്ള പൂക്കൾ വിളരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ചെടികൾ നിൽക്കുന്ന സ്ഥലം, പുല്ലുകൾ പോലും കണ്ടാൽ അറിയാൻ പറ്റും ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുമെന്ന്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് നല്ല ജ്ഞാനമുള്ള ഒരുപാട് പേരുണ്ട്. വാസ്തു മാത്രമല്ല, ഭൂമിയുടെ കിടപ്പ് മൊത്തത്തിലുള്ള 300 മീറ്റർ, ഏത് ബിസിനസ്സാണോ തുടങ്ങുന്നത് അതിൻ്റെ 300 മീറ്റർ ചുറ്റുപാടിനുള്ള ദോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ളൊരു കച്ചവടം ചെയ്താൽ രക്ഷപ്പെടാൻ പറ്റും. അതിനകത്ത് സംശയമൊന്നുമില്ല. ചിലപ്പോൾ താൽക്കാലികമായി ചെറിയൊരു തടസ്സമേ ഉണ്ടാവുകയുള്ളൂ, മാറാൻ പറ്റും. അതുകൊണ്ട് ഭൂമിയുടെ കിടപ്പ് നോക്കി, മുറിയുടെ തുടങ്ങുന്ന കടകളുടെ കിടപ്പ്, ചില 2ാമത്തെ നിലയിൽ കിടപ്പ് നോക്കിയിട്ട് ചെയ്യണം. 2ാമത്തെ നിലയിൽ ചിലത് പോവില്ല. അതേസമയം ഒരു ബാർബർ ഷോപ്പ് ഉണ്ടായിരുന്നു, താഴത്തെ നിലയിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് 2ാമത്തെ നിലയിലേക്ക് മാറ്റിയപ്പോൾ കച്ചവടം കൂടി. അപ്പോൾ അതിൻ്റെ ഒരു ലെയറുണ്ട് എല്ലാത്തിൻ്റെയും. അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചുകൊണ്ട് വാസ്തു മാത്രമല്ല, ഭൂമിയുടെ വാസ്തു മാത്രമല്ലാതെ ഇപ്പോൾ പുതിയ ആധുനിക ശാസ്ത്രം അനുസരിച്ച്, ആധുനിക ശാസ്ത്രങ്ങൾ ഇത്രയും വാസ്തുശാസ്ത്രം അനുസരിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ. ചൈനീസ് വാസ്തുവല്ല, അത് ചൈനയിലാണ്. ഇപ്പോൾ ചൈനയിൽ നാഗങ്ങളെ കൊന്നു തിന്നും, ഇവിടെ പറ്റുമോ? ഇവിടുത്തെ നാഗങ്ങൾ ശക്തിയുള്ള വിഷനാഗങ്ങളാണ്. പണം ഉയർത്തിയാൽ മനുഷ്യനിങ്ങനെ നിന്ന് പോകും. അവിടെ എന്താണ്, നമ്മൾ മീനെടുക്കുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു സങ്കല്പമുള്ളത്, ഒരു ദൈവ ചൈതന്യ ശക്തിയുള്ളൊരു സ്ഥലമാണ്. അത്തരം ഭൂമികളിൽ ചെയ്യുന്ന ബിസിനസ് വളരെ അന്നം കൊടുക്കുക, അതൊക്കെ ഭയങ്കര നല്ല കറക്റ്റ് സ്ഥലമാണെങ്കിൽ ഇഷ്ടം പോലെ ബിസിനസ് ഉണ്ടാകുന്ന തരത്തിൽ, എല്ലാ തരത്തിലും. അതുകൊണ്ട് ഭൂമിയുടെ കിടപ്പ് മാത്രമല്ല, നമ്മളെടുക്കുന്ന ആ വ്യവസായ സ്ഥാപനത്തിൻ്റെ കെട്ടിടം, ആ മുറികൾ പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ കാര്യങ്ങൾ നല്ലവണ്ണം ചിന്തിച്ചതിന് ശേഷം, ഒരുപാട് പേര് വിളിക്കാറുണ്ട്, ചിന്തിച്ചതിന് ശേഷം അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് ചോദിക്കും. ഇപ്പോൾ ഒരാളൊരു ബിസിനസ് തുടങ്ങി, ഒരു സ്ത്രീയാണ്, അവർ നല്ലവണ്ണം ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്തപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് തുണികളുമായിട്ട് മാറി, കംപ്ലീറ്റ് പോയി. എന്താണ്, അതിൻ്റെ അടിയിൽ കിണറുണ്ടായിരുന്നു, ആ കിണറിൻ്റെ മുകളിലാണ് ഈ ബിൽഡിങ് വെച്ചത്. കിണർ മൂടിയതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് എന്ത് ബിസിനസ് ചെയ്താലും നടക്കില്ല, വീട് വെച്ചാലും നടക്കില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പിലേക്ക് പോകണം. ജീവിതം ചൈതന്യം ഉണ്ടാകാനും ഫലപുഷ്ടിയാകാനും സമാധാനവും ശാന്തിയും കിട്ടാനായിട്ടുള്ള നല്ല ബിസിനസ്സുകൾ തുടങ്ങാനായിട്ടുള്ള കേരളത്തിൽ അതിനുള്ള മണ്ണാണുള്ളത്. അത് നോക്കി ചിന്തിച്ച് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.